ഇറാഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 10 ലക്ഷം മനുഷ്യരാണ്. 10 കൊല്ലം 10 ലക്ഷം. അവരൊന്നും ചെയ്തതല്ല. അവരൊന്നും സദ്ദാം ഹുസൈനെ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സദ്ദാം ഹുസൈൻ എന്താ ഇതെന്നും അവർക്കറിയില്ല. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ജോർജ് ബുഷ് ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞ്, ഞങ്ങൾ ഇതെന്താണ് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് നന്മ ഞങ്ങൾ, തിന്മയുടെ മേലുള്ള യുദ്ധം. അത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. മറ്റുള്ളവരൊക്കെ പൈശാചികവൽക്കരിച്ച് അവരെ കൊല്ലുന്നതിന് സാധൂകരണം. എന്തായിരുന്നു ഇറാഖ് യുദ്ധത്തിന്റെ കാരണം? ഇറാഖ് യുദ്ധത്തിന്റെ കാരണം അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി പറഞ്ഞു സദ്ദാം ഹുസൈന്റെ കയ്യിൽ മാസ് ഡിസ്ട്രക്ഷൻ ഉള്ള വെപ്പൺസ് ഉണ്ട്, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ സദ്ദാമിനെ കൊന്ന് ആ ഇറാഖ് യുദ്ധം നടത്തിക്കളയാം, ഇറാഖ് ഇൻവേഷൻ നടത്തിക്കളയാം എന്ന് ജോർജ് ബുഷ് തീരുമാനിക്കുന്നു. 10 ലക്ഷം മനുഷ്യരെ കൊന്നുകളയുന്നു. 10 ലക്ഷം മനുഷ്യരെ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവമാണ്. എന്നിട്ട് അമേരിക്ക അത് റിവൈസ് ചെയ്യുന്നത്, അവർ റിവ്യൂ എന്ന് പറയുന്നു, അത് തെറ്റായ ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നു, റിവ്യൂ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി കുത്തോ, അതൊരു ഭീകരതയാണല്ലോ എന്നൊരു തോന്നൽ പോലും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് തോന്നലുണ്ടാവാത്തത്? അതൊരു ഭീകര പ്രവൃത്തിയാണെന്ന് മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. 10 ലക്ഷം മനുഷ്യരെ കൊല്ലുന്നത് ഒരു ഭീകര പ്രവൃത്തിയാണ്. അതും തെറ്റായ ഒരു ഇൻഫർമേഷന്റെ പേരിൽ അവരുടെ രാജ്യത്തെ ഭരണാധികാരിയെ പിടികൂടി തൂക്കിലേറ്റുന്നു. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്നു. ആ ലോകം മുഴുവൻ നോക്കി നിൽക്കെ വീഡിയോ പിടിച്ച് തൂക്കിലേറ്റുന്നു. 10 ലക്ഷം മനുഷ്യരെ ബോംബിട്ട് കൊല്ലുന്നു. എന്നിട്ടും അതൊരു ഭീകര പ്രവൃത്തിയാണ് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് ചെയ്യുന്നത് അമേരിക്കയാണ്. അത് ഭീകരതയാണെന്ന് മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. تذكروا يوم تجف آباركم ستجدون أمريكا ترميكم كما يرمى الكلب العجوز. تسمعون صراخ أطفال غزة وتعدون الدولارات لأعداء العرب. يوم ينفد نفطكم الناس ما راح تذكركم إلا بالخيانة والعار. يوم تصحى الشعوب وتعرف من باع ومن خان، ساعتها لا أمريكا تحميكم ولا قصوركم تستر عاركم. والله ساعتها حتى التراب يستحي يغطيكم.